ചേച്ചി എങ്ങനെയുണ്ട് സർപ്രൈസ്? ചേച്ചി ശരിക്കും ഷോക്കായില്ലേ? ചേച്ചി മാത്രല്ല ഞാനും ഷോക്കായി. ഇന്നാലും ഇതാരായിരിക്കും? ഇവരൊക്കെ ഷോക്കായി നിൽക്കുന്നുണ്ടല്ലോ. അല്ല, നിങ്ങളെല്ലാവരും എന്നെ കണ്ട് ഷോക്കായോ? പിന്നെ അല്ലാതെ ഞാൻ ശരിക്കും ഷോക്കായി. അല്ല, ചേട്ടൻ എന്താ ആന്റിയുടെ കൂടെ വരാതെ ഇവിടെ നിന്ന്? അത് പിന്നെ ഒന്നുമില്ല, നിങ്ങൾക്കൊരു സർപ്രൈസ് തരാന്ന് വിചാരിച്ചു. അല്ല പിങ്കി, നീ എന്താ മെയിൻ ചെയ്യാതെ നിൽക്കുന്നത്? നിനക്ക് എന്നോടുള്ള ദേഷ്യമൊന്നും മാറിയിട്ടില്ലേ? ഡാ സച്ചി, എന്താണോ നീ പറഞ്ഞ സർപ്രൈസ്? അത് ചേച്ചി ഞാൻ പറഞ്ഞില്ലേ, ഇതന്നെ സർപ്രൈസ്. ഇതൊന്നും എനിക്ക് സർപ്രൈസ് ആയി തോന്നുന്നില്ല, ഇതൊരു സാഡ് ന്യൂസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓ, ചേച്ചിയുടെ ദേഷ്യം ഇതുവരായിട്ട് മാറിയിട്ടുണ്ടാവില്ലല്ലേ? ഇവർക്ക് തമ്മിൽ മുമ്പ് അറിയും തോന്നുന്നു, പക്ഷെ ഇവരാരും എന്നോട് ഇവരെ കുറിച്ചിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. എങ്കിലും ഇത് ആരായിരിക്കും? ഇനി എമിലി ആന്റിയുടെ മോനാണോ? ചിലപ്പോ അങ്ങനെ ആകും. പക്ഷെ പിങ്കി ചേച്ചിക്ക് എന്തിനാ ഇവനോട് ദേഷ്യം? ഇല്ല, എന്റെ ദേഷ്യം മാറിയിട്ടില്ല. എനിക്ക് ഇവനെ കാണുമ്പോ തന്നെ ദേഷ്യം വരിക. ഹേ പിങ്കി, നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ. നിനക്ക് വേണ്ടിട്ട് ഞാൻ ഒരുപാട് ഐറ്റംസ് കാനഡയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നീ തന്നെ കയ്യിൽ വെച്ചാൽ മതി, എനിക്കൊന്നും വേണ്ട. അങ്ങനെ പറയല്ലേ പിങ്കി, നിനക്ക് വേണ്ടിട്ട് മാത്രം ഞാൻ കൊടുക്കുന്നത് അതൊക്കെ. ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു എനിക്ക് വേണ്ടി സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ. നീ എന്തിനല്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന് ഉണ്ടക്കണ്ണോ? ദേ, നീ എന്നെ കുറിച്ച് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷെ എന്റെ കണ്ണിനെ കുറിച്ച് പറഞ്ഞുണ്ടല്ലോ, പറഞ്ഞാ നീ എന്ത് ചെയ്യും? നിങ്ങളൊന്നും വഴക്കുണ്ടാക്കാതിരുന്നേ. പിങ്കി, നിന്നോട് ഞാൻ നല്ല രീതിക്ക് പറയാണ്, നിനക്ക് വേണ്ടി ഞാൻ കുറെ ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. നീ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്? എന്റെ ഈ കയ്യിലിരിക്കുന്നത് മുഴുവൻ നിനക്കാ. അത് നിന്റെ മറ്റവൾക്ക് കൊണ്ടേ കൊടുക്ക്. ഇത് നിനക്ക് വേണ്ടിട്ടാണ് ഞാൻ മേടിച്ച്, പിന്നെ എങ്ങനെയാണ് എന്റെ മറ്റവൾക്ക് കൊണ്ടേ കൊടുക്കുക? അത് തന്നെ ഞാൻ ചോദിച്ചത്. നിന്നോട് ആരെങ്കിലും പറഞ്ഞിരുന്നു എനിക്ക് വേണ്ടിട്ട് ഇത്ര ഐറ്റംസ് കൊണ്ടുവരാൻ? ഹേ, എന്നോടാരും പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ നിന്നോടുള്ള എന്റെ സ്നേഹം കൊണ്ട് കൊടുന്നതാ ഞാൻ. എനിക്കൊന്നും വേണ്ട നിന്റെ സ്നേഹം. ചേച്ചിനോട് അത്രയും സ്നേഹം ഉണ്ടായോണ്ടാണ് ഏട്ടൻ ഇത്രയും സാധനങ്ങൾ ചേച്ചിക്ക് കൊണ്ടുവരുന്നത്. അല്ല, എനിക്ക് അവനോട് സ്നേഹമൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാ അവൻ എന്നോട് സ്നേഹം കാണിക്കുന്നത്? ചേച്ചി അങ്ങനെയൊന്നും പറയല്ലേ. ഏട്ടൻ കൊണ്ടുവന്ന സാധനങ്ങളെ കണ്ട് മേടിക്ക് ചേച്ചി. എനിക്കൊന്നും വേണ്ട, നിങ്ങൾ എടുത്തോ. അതൊന്നും പറ്റില്ല, ഇത് ഞാൻ നിനക്ക് വേണ്ടി കൊടുന്നതാ, അതുകൊണ്ട് നീ തന്നെ ഇത് മേടിക്കണം. പിന്നെ ഞാനൊന്നും മേടിക്കാൻ പോകുന്നില്ല. അയ്യോ, ഇപ്പൊ മഴ പെയ്യും, നല്ല മഴക്കാറുണ്ട്. ചേച്ചി അതൊന്ന് വേഗം മേടിക്ക്. അത് ചേച്ചി, മഴ ചാറാൻ തുടങ്ങി, ഇപ്പൊ മഴ പെയ്യും. ചേച്ചി അതൊന്ന് വേഗം മേടിക്ക്, ഏട്ടന് പോവാൻ സമയമായി കാണും. ഞാൻ പോകുന്നൊന്നുമില്ല, ഞാനിന്ന് ഇവിടെ നിൽക്കുക. എന്ത്, നീ ഇവിടെ നിൽക്കാന്നോ? അതൊന്നും പറ്റില്ല, നീ പോയിക്കോ, വേഗം പോയിക്കോ ആന്റിയുടെ കൂടെ. അതെന്താ നീ അങ്ങനെ പറയുന്നത്? നീ എന്നോട് പോകാൻ പറഞ്ഞാലും ഞാൻ പോകില്ല എന്തായാലും. നീ പോവാതിരിക്കുക, എന്താ ചെയ്തോ? ഞാൻ പോവാ. അയ്യോ, മഴ പെയ്തു, ഇനിയിപ്പോ എന്ത് ചെയ്യാ? വാ, നമുക്ക് എല്ലാവർക്കും അകത്ത് കയറാം. അയ്യോ വേണ്ട, നമ്മൾ ഇനി വീട്ടിലേക്ക് ഓടി കയറുമ്പോത്തിന് മഴ കണ്ട് നമ്മൾ ആകെ നനയും. എന്റെ കയ്യിൽ കൊടയുണ്ട്, ഞാൻ തരാം. വേഗം താ ചേട്ടാ, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും നനയും. എന്നാ ഈ കൊടയിൽ നീയും മഴ കയറിക്കോ. ആ ഓക്കേ ഏട്ടാ. പിങ്കി വാ, നമുക്ക് ഈ കൊടയിൽ കയറാം. ഞാൻ നിന്റെ കൂടെ കൊടയിൽ കയറില്ല, ഞാൻ വീട്ടിലേക്ക് പോവാ. ചേച്ചി വീട്ടിൽ പോകുമ്പോ ആകെ നനയും, ചേച്ചി ആ കൊടയിൽ കയറിക്കോ. പിങ്കി വേ വാ, നല്ല മഴ പെയ്യുന്നുണ്ട്. അല്ല, ഇപ്പൊ എന്ത് പറ്റി? നീയല്ലേ പറഞ്ഞ എന്റെ കൂടെ കൊടയിൽ കയറില്ലാന്ന്? ഒന്നുമില്ല, അവിടെ മഴ നനഞ്ഞ് നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് കയറിയതാ. എന്നാ ഞാൻ നിനക്ക് വേണ്ടി കൊടുന്ന ഈ ഐറ്റംസ് ഒക്കെ ഒന്നിട്ട് പിടിക്ക്. എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? നിനക്ക് തരാനല്ല, എനിക്ക് ഈ കൊടയും ഈ ഐറ്റംസ് ഒന്നും കയ്യിൽ പിടിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. ഓ, എന്നാ തന്നേക്ക്. അയ്യോ, മഴ പെയ്തല്ലോ, ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? മാളും സച്ചിയും ഒരു കൊടയിൽ കയറിയിരിക്കേ, ഞാനും പോകും, എന്നിട്ട് ഞാനും അതിൽ കയറും. മാളും സച്ചി, നല്ല മഴ പെയ്യുന്നുണ്ട്, എന്നെയും കൂടി നിങ്ങളെ കൂടെ കൊടയിൽ കയറ്റുവോ? ഈ കുട്ടി പിശാചി ഇവിടെ എത്തിയോ? ഇനി ഈ കൊടയിൽ കയറാൻ സ്ഥലമൊന്നുമില്ല, ഞങ്ങൾ തന്നെ നനയാണ്. അല്ല, ഇതാരാ? ഇത് എന്റെ ആന്റിയുടെ മോളാ, ക്ലാര. ഓ, അവള് നനയാണല്ലോ. ആ, എന്റെ കയ്യിൽ ഒരു കൊടയും കൂടി ഉണ്ട്, അത് അവൾക്ക് കൊടുക്കാം. ക്ലാര, എന്റെ കയ്യിൽ ഒരു കൊടയും കൂടി ഉണ്ട്, നീ ഇതിൽ കയറിക്കോ. അവരുടെ കൊടയിൽ തീരെ സ്പേസ് ഇല്ല. പറഞ്ഞത് കേട്ടില്ലേ? ഏട്ടന്റെ കയ്യിൽ ഒരു കൊടയും കൂടി ഉണ്ടെന്ന്, അതിൽ കയറിക്കോ. ഓക്കേ.